ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ കുറച്ച് നേരമായിട്ട് എഴുന്നേൽക്കുമ്പോൾ നല്ല തലവേദനയുണ്ട് കേട്ടോ. എനിക്ക് ജലദോഷവും തലവേദനയൊക്കെ ഉണ്ട്. അപ്പം ഞാനങ്ങനെ രാവിലെ പിന്നെ എഴുന്നേറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കണം. ചായയും കടിയിൽ എന്തെങ്കിലും ആക്കി കൊടുക്കണം. സുജിയേട്ടന് പോകണ്ടയല്ലേ. അത് കാരണം ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ നല്ല ജലദോഷവും തൊണ്ടവേദനയും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ചുക്കും കാപ്പിയും വെല്ലമൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാമെന്ന്. അപ്പം നോക്കുമ്പോൾ ഇവിടെ തുളസിയും ഇതൊന്നുമില്ല. അപ്പം ഞാൻ എന്തൊക്കെ ചെറിയൊരു ഇതിനകത്ത് പൊടി മേടിച്ച് വെച്ചതുണ്ടായിരുന്നു. അത് വെച്ച് കാപ്പി ഉണ്ടാക്കി സുജിഷേട്ടനും പിന്നെ ആ കാപ്പി തന്നെ ഞാൻ കൊടുത്ത് രാവിലെ തന്നെ. ഒരു ഗ്ലാസ് സുജിഷേട്ടനും കാപ്പി കൊടുത്ത് അപ്പം വന്ന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടുക്കളേൻ്റെ ഒരു സൈഡിൽ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നും വേണ്ട, ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു എന്നോട്. എന്നാലും ഒന്നും കഴിക്കാതെ പോകണ്ടേന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ മുറ്റത്തിറങ്ങിയപ്പോൾ തലേദിവസമൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ ഞാൻ മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ ചെറിയൊരു തെളിച്ചമൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഞാൻ. പിന്നെ എന്തെങ്കിലും ആക്കണം. അരിയുണ്ട് അരച്ച് വെച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് അതാക്കാണ്. പിന്നെ ഞാൻ പോയി വേഗം 2 ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. എൻ്റെ ദോശക്കല്ലുണ്ട്, കുറേ ദിവസമായി അത്. ഞാൻ വീട്ടിൽ ഒരു 10-43 ദിവസം എൻ്റെ വീട്ടിലായിരുന്നല്ലോ. അപ്പം ഇവിടെ മരുമോനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ അവർ മുട്ട വറുത്തതൊക്കെയാണ്. അപ്പം ആ ദോശക്കല്ല് എന്തായാലും ഇപ്പോൾ കിട്ടുന്നില്ല. ദോശക്കല്ല് പോയി നമ്മൾ തേച്ച് കഴുകുന്നൊന്നുമല്ല പോലെയല്ലല്ലോ അവർ കഴുകുക. അപ്പം അങ്ങനെ പോയി ഇനി പുതിയത് മേടിക്കണം. എന്നിട്ട് ഞാൻ വേഗം സുജിയേട്ടൻ പോകുമ്പോഴത്തേക്കും ദോശ ഉണ്ടാക്കി വേഗം. പിന്നെ തലേദിവസത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി കൊടുത്ത് ദോശയും ചിക്കൻ കറിയാക്കി കൊടുത്ത് ചായയും കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് ഞാൻ കുറച്ച് നേരം കൂടി പോയി കിടന്നു കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കേ.